ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്ത് ഈ വേൾഡ് എന്ന് സത്യം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരാവശ്യത്തിന് മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. അപ്പോൾ എന്താ ആക്ഷൻ സ്റ്റെഫിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ മൈൻക്രാഫ്റ്റ് അങ്ങ് ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമ്മുടെ വേൾഡൊക്കെ ആദ്യമായിട്ടേ വന്നു. ഞാൻ വേൾഡ് ഒന്നും ചേഞ്ച് ചെയ്തില്ല. അക്കൗണ്ട് പോലും ഞാൻ ഉണ്ടാക്കിയില്ല. എനിക്ക് ക്രിയേറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് പുതിയതായിട്ട് ഈ വേൾഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മരങ്ങളൊക്കെ പൊട്ടിക്കണമെങ്കിൽ ആ ഐലൻഡിൽ പോയി പൊട്ടിക്കണം. നമുക്ക് ആ ഐലൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ മരങ്ങളൊക്കെ അങ്ങ് പൊട്ടിക്കാനായിട്ട് ന്യൂസിലൊക്കെ പോകും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് മരമൊക്കെ മുറിക്കണം. നമ്മുടെ ആക്ഷൻ സ്റ്റെഫ് തിരികെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിട്ട് കളിക്കാൻ പ്രത്യേക ഒരു ഫീലാണ് മൈൻക്രാഫ്റ്റ് കളിക്കാനായിട്ട് തന്നെ. ഉണ്ടല്ലോ, റെക്കോർഡ് ഞാൻ റെക്കോർഡ് ആവുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ ഫോറസ്റ്റിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് മരങ്ങളൊക്കെ മുറിച്ചിട്ട് പതുക്കെ പോവാം പ്ലീസ്. ഓക്കെ, ഞാൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം ഗൈസ്. മുറിച്ചെടുക്കണം നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ സീരീസാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് സീരീസാണ് നമ്മൾ ആ സീരീസ് പോലെ തന്നെ നമ്മൾ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് അങ്ങനെ വേണ്ട, നമുക്ക് വിലയിൽ നിന്ന് വുഡ് എടുക്കാം. ഓക്കെ, 5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് സെറ്റാക്കാം. പിന്നെ വേറെ കാര്യം, ഞാൻ കളിക്കുന്ന ആക്ഷൻ സ്റ്റെഫ് നമ്മൾ ലേറ്റസ്റ്റ് ഒന്നല്ല 1.9 ആണ് കളിക്കുന്നത്. അപ്പോൾ 1.9 കളിക്കുന്നതുകൊണ്ട് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൾഫർ ക്യൂബിൻ്റെ ഒന്നും കിട്ടത്തില്ല. അത് കുഴപ്പമില്ല, മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സൾഫർ ക്യൂബിൻ്റെ ഒക്കെ ടെക്സ്ചർ പാക്ക് നമുക്ക് സാധാ മതി. അതിൻ്റെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീസുകളൊക്കെ എടുത്തിടാം, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ താഴെ കുടിച്ച് നോക്കട്ടെ. സ്റ്റോൺ കിട്ടുമോ നമുക്ക് നോക്കണം. അത് സ്റ്റോൺ നമുക്ക് മൈൻഡ് ചെയ്യണം ഗൈസ്. ആൻഡസൈറ്റ് ആണല്ലോ ഗൈസ്, സ്റ്റോണില്ല. ഇതിവിടെ ആൻഡസൈറ്റ് സ്റ്റോണില്ല. ഓക്കെ, സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റോൺ ഇരിക്കുന്നത്. ഇവിടെയാണ് സ്റ്റോൺ സ്റ്റോൺ ഇവിടെ തന്നെ ഒരു കേവ് ഉണ്ടായിരുന്നു. ഇവിടെ സ്റ്റോൺ കളക്ട് ചെയ്യാം. ഇവിടെ കേവ് ഉണ്ടായിരുന്നു. കേവ് നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാം. അല്ലേ വേണ്ട, ഇവിടെ ഫുള്ള് ഡാർക്കാണ്, കണ്ടില്ലേ? ഫുള്ള് ഡാർക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, നമുക്ക് നമ്മുടെ മറ്റേടുത്ത് വേറെ കുഴി വിളിച്ചിട്ട് അങ്ങനെ കളിച്ച് എൻ്റെ അമ്മ പോലെ എനിക്ക് സ്കില്ല് എടാ, ഇതെന്ത് കഷ്ടമാണ്. അവിടെ ഡെത്ത് വെച്ച് മറച്ചിട്ട് ഈ കോളിസ്റ്റമിച്ചിൻ്റെ മേലോട്ട് ഇങ്ങനെ കയറി ഈ ഭാഗം ഒരിക്കലും നമ്മൾ കുടിക്കുക. ഇപ്പം തന്നെ ഇങ്ങോട്ട് കുടിക്കുമ്പോൾ തന്നെ സ്റ്റോൺ കിട്ടുന്നതാണ്. സ്റ്റോൺ ഓക്കെ, നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് കുഴിച്ചേക്കാം. കഴിഞ്ഞ സീറ്റ് നമ്മൾ കോപ്പർ ആർമർ ആയത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോൺ കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കോപ്പർ കിട്ടി. അപ്പോഴാണ് ഈ നമ്മൾ കോപ്പർ ആർമർ ആയത്. ഇപ്പോൾ നമുക്ക് വേറെ സ്ഥലത്താണ് കുടിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കോപ്പർ കിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് കോപ്പർ ആർമറൊക്കെ പതുക്കെ മൈനിങ്ങിന് വേണ്ടി തന്നെ സെറ്റ് ചെയ്യാം. കോപ്പർ ആർമർ അയൺ ആർമറൊക്കെ തന്നെ മൈനിങ്ങിന് വേണ്ടി തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുള്ളി സ്റ്റോൺ ടൂൾസും അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടർ ബേസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗോൾ ഗൈസ്. സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ ഹോട്ട് ബാറൊക്കെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം. അതിനായിട്ട് നമുക്ക് സ്റ്റാർട്ടർ ബേസ് ആണ് നമ്മുടെ ഇന്നത്തെ ഗോള്. അതിൽ സ്റ്റാർട്ടർ ബേസ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഉറപ്പില്ല. ഇന്ന് തന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യാം ഗൈസ്. ഇവിടെ കോളുണ്ട് ഗൈസ്. നമുക്ക് കോളും സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് തന്നെ കളക്ട് ചെയ്യാം. എന്നാലും നമുക്ക് ടോർച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ,
കുറച്ചും കൂടി പൊട്ടിക്കാനുള്ള ശേഷി പിക്കാക്സ് ആണ്. അപ്പോൾ തന്നെ പൊട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമ്മൾ എന്താ പറയുക ക്രാഫ്റ്റിൻ്റെ ടേബിൾ എവിടെ വെച്ചത്? ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിള് ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ അവിടെ വെച്ചേ. അതേ അവിടെ ഇരിക്കുന്ന ക്രാഫ്റ്റിനുള്ളിൽ. വേറെ ഉണ്ടാക്കാൻ സീനൊന്നുമില്ല, എന്നാലും എവിടെ വെച്ചെന്ന് പറഞ്ഞു. ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഒരു സോഡ് ഉണ്ടാക്കി, ആക്സ് ഉണ്ടാക്കി, ഇതുണ്ടാക്കി. ഇനി നമ്മുടെ അടുത്ത ഒരു ഇടം വെച്ച് കഴിഞ്ഞാൽ നമ്മളെവിടെ നമ്മുടെ മറ്റേ കോളൊക്കെ അത് വിട്ടു പോയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അല്ല നമുക്ക് വിട്ടിട്ട് കോള് നമ്മുടെ എന്താ പറയുക കോളൊക്കെ തന്നെ കളക്ട് ചെയ്യുക. ഇവിടെ എത്ര കോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. എത്ര കോൾ ഉണ്ടെങ്കിൽ ആ കോൾ മുഴുവൻ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും. കോളുകൾ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ കോളുണ്ട്. ഞാൻ ഒരു മോഡ് എടുത്ത് ഇടണം കേസ്. നമ്മൾ മറ്റേ മരമൊക്കെ നമ്മൾ ഒറ്റ വെട്ടി മുറിക്കുന്നൊരു മോഡുണ്ട് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ കഴിഞ്ഞ അൺഇൻസ്റ്റാളാക്കുന്നതിന് വിട്ടത്. അപ്പോൾ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ആ മോഡ് ഞാൻ കണ്ടുപിടിച്ചിട്ട് അത് ഞാൻ എടുത്തുകൊണ്ട് വരണം കേസ്. അത് DL ആപ്പ് അങ്ങനെ ഒരു വഴിയാണ് ഞാനത് മോഡ് ഇട്ടതെന്ന് തോന്നുന്നു. കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടോർച്ച് ഉണ്ടാക്കി അമ്മ ഉണ്ടാക്കി ആവശ്യം വരുമ്പോൾ പതുക്കെ ഉണ്ടാക്കിയാൽ മതി കേസ്. ബാക്കി ആവശ്യം വരുമ്പോൾ നമ്മൾ പതുക്കെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വില്ലേജിലോട്ട് പോകാം കേസ്. വില്ലേജിലോട്ട് ഇവിടെ നമ്മുടെ ഫുഡും വരണം, ബെഡും വരണം കേസ്. അപ്പോൾ നമുക്ക് നേരെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കാം. നൈറ്റ് ആവാനായോ കേസ്? ടോട്ട് നൈറ്റ് ആവാനായി. ഇവിടെ ബെഡ് ഉണ്ടാവുമല്ലോ. വൈറ്റ് ബെഡ് മതി, ഈ ബെഡ് വേണ്ട. വൈറ്റ് ബെഡ് കിട്ടി. നേരെ പോയി ക്ലിക്ക് ചെയ്തിട്ട് ഉറങ്ങി. അങ്ങനെ നമ്മുടെ സീരീസിലെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ഡേ ഇവിടെ സർവൈവ് ചെയ്തു. ഇനി പോയിട്ട് നമുക്ക് വില്ലേജ് റൂട്ടിങ് നമ്മുടെ അടുത്ത എപ്പിസോഡിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് പോയിട്ട് നമ്മൾ ഈ ഹേബിയലും കാര്യങ്ങളും ബെഡും മാത്രം ഹേബിയലും ബെഡും ആൻഗോളത്തിനും മാത്രമേ തട്ടുന്നുള്ളൂ കേസ്. വേറെ നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല. പക്ഷേ നമുക്കിപ്പോൾ ആൻഗോളത്തിൽ തട്ടിയാൽ 1 2 ഓക്കെ, നമുക്കിവിടെ വെച്ചിട്ട് ഇങ്ങനെ തീർച്ചയാക്കാം. അയൺകോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി സ്റ്റോൺ ടൂൾസ്, അയൺകോളത്തിനെ കൊല്ലുന്നു, ഫുഡ് എടുക്കുന്നു, വില്ലേജിൽ നിന്ന് ബെഡ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മൾ ഇന്നത്തെ കാര്യം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നമ്മൾ നാളെ വില്ലേജിലോട്ടിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മൈനിങ് ഏരിയ, സ്റ്റോങ്കളത്തി ഏരിയ, അങ്ങനെ പോകും. നമുക്കിവിടെ നിന്ന് ഫുള്ളും മാറ്റി കൊണ്ടുപോവുക. ഇവരുടെ മറ്റേ ഹീവേജ് വേറെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചായിരിക്കും. നമുക്ക് ഇതൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോവുക. ഇതിന് നിങ്ങൾ എത്ര പേര് നമ്മുടെ സുധിയുടെ ചാനൽ കാണുന്നുണ്ട് എന്ന് പറയണം കേട്ടോ. വെറുതെ കമൻറ്റ് ബോക്സിൽ. എന്തായാലും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ സുധിയുടെ നമ്മളെന്താ ഇതിനകത്ത് നമ്മുടെ ആക്ഷൻ സ്റ്റെഫ് ഒരു സീരീസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ ആക്ഷൻ സ്റ്റെഫിനെ കുറിച്ച് അറിയുന്നത് തന്നെ. ഇങ്ങനത്തെ സാധനം മൈൻക്രാഫ്റ്റിനകത്തൊക്കെ ഉണ്ടെന്ന്. അത് 1 വർഷം മുമ്പാണ്. അപ്പോൾ ഈ ആക്ഷൻ സ്റ്റെഫ് ഇറങ്ങിയിട്ട് 1 വർഷമായി. അപ്പോൾ നമുക്ക് ടോട്ടൽ 51 ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ബ്രെഡ് ഫുള്ള് നമുക്ക് ഉണ്ടാക്കി. പിന്നെ അവിടെ പോകുമ്പോൾ നമുക്ക് ബാക്കി ഹേബേൽ കിട്ടും. ഗൈസ് നമുക്കിവിടെ 51 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു
മീൻസ് എന്താ പറയുക, ഫുഡ് നമുക്കങ്ങനെ പെട്ടെന്ന് ഷോർട്ടേജ് വരില്ല, നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ചാവുമല്ലോ. ഫുഡ് നമുക്ക് കഴിക്കാം ഗൈസ്. ഫുഡ് നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബേസിലോട്ട് പോവാം. ബേസിലോട്ട് പോവാം. ബേസിൽ അങ്ങോട്ടായിരുന്നു വഴി മറന്നു പോയല്ലോ. ബേസ് ഗൈസ്, ബേസ് നമുക്ക് അങ്ങോട്ടാണ്, ആ ഡയറക്ഷനോട്ടാണ് ബേസ്. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ബേസ് നമ്മൾ എവിടെപ്പാ കാണുന്നില്ല. അത് തന്നെ, നമ്മളൊരു അടയാളം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പേടിച്ച് ബേസ് കാണണമെന്ന് വെച്ചിട്ട്. ഗൈസ് നമുക്ക് എന്താ പറയുക, ഇതിനകത്തൊരു ഈ ആക്ഷൻസ് വിടുമ്പോൾ നമ്മുടെ വാട്ടറിന് വ്യത്യാസം വരും അല്ലേ, മറ്റേ ചെറിയ ഷീട്ട് ഇട്ട പോലെ ആകും. പക്ഷെ നമ്മൾ ആ ഷീട്ടൊക്കെ അടുത്ത വീഡിയോ നമ്മൾ സെറ്റാകും ഗൈസ്. നാളെ നമ്മുടെ വീഡിയോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാവ എഡിഷൻ്റെ വേൾഡ് തീരുന്നുണ്ട്, ഒറ്റയ്ക്ക് ഞാൻ കളിച്ചത്, അതിൻ്റെ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ നോയ്സ് പ്രോബ്ലം ഉണ്ട് ഗൈസ്. അത് ഞാൻ താഴെ നിന്നിട്ടാണ് കളിക്കുന്നത്. മെയിനിലോട്ട് ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ താഴെ നിന്നിട്ടാണ് കളിക്കുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനത്തെ ഒരു നോയ്സ് ഇഷ്യൂ ഇവിടെ വരുന്നുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പ്ലീസ്. അപ്പം ഗൈസ് നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്റ്റാർട്ടർ ബേസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടർ ബേസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഗൈസ് നമുക്ക് ഇവിടെ നമ്മൾ ക്രാഫ്റ്റ് ടേബിൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ പറയുക, നമുക്ക് ക്രാഫ്റ്റ് ടേബിൾ വിളിക്കേണ്ട. അയ്യോ, ഫർണസ് മാറിപ്പോയി. ഫർണസ് ഇവിടെ അല്ല വെക്കേണ്ടത്. ഫർണസ് എടുത്തിട്ട് ക്രാഫ്റ്റ് ടേബിളിൽ എടുത്ത് ഫർണസ് വെക്കേണ്ടത്. അതിൻ്റെ നമുക്ക് വുഡ് വേണം അല്ലേ, അവിടെ കുറച്ച് വുഡ് വെട്ടിക്കൊണ്ട് വരണം ഗൈസ്, ഞാൻ മറന്നുപോയി. ഞാൻ അവിടെ പോയിട്ട് വുഡ് വെട്ടിക്കൊണ്ട് വന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് കുറേ നേരം ഞാൻ കുറച്ച് വുഡ് കുറച്ച് നേരം ഞാൻ കുറച്ച് വുഡ് കളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ വുഡ് നമുക്ക് എന്താ പറയുക, നേരെ നമുക്ക് വീട്ടിനകത്ത് എന്താ പറയുക, പ്ലാങ്ക്സ് ആകും ഗൈസ്, പ്ലാങ്ക്സ് ആക്കാം. നമ്മൾ പ്ലാങ്ക്സ് ആക്കിയിട്ടുണ്ട്. പ്ലാങ്ക്സ് നമുക്കിനി ചെസ്റ്റ് ആക്കാം. ഓക്കെ, നമ്മൾ ചെസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ചെസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ അതിന് നമുക്ക് കുറച്ച് സമയം കൂടി ബാക്കിയുള്ള സമയത്ത് കൂടി നമുക്കൊരു സ്റ്റാർട്ടർ ബേസും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റാർട്ടർ ബേസും കൂടി ആ സമയത്ത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാൻ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഈ ഡെറ്റൊക്കെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്കിതൊക്കെ അങ്ങ് റിമൂവ് ചെയ്യാമെങ്കിൽ, പിന്നെ ഈ ഫുള്ള് ഡെറ്റ് അങ്ങ് റിമൂവ് ചെയ്യാമെങ്കിൽ, ഫുള്ള് ഡെറ്റ് നമുക്കങ്ങ് റിമൂവ് ചെയ്യാം. ഈ ഒരു കണക്കിന് ഫുൾ നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഡെർട്ടൊക്കെ. ഇനി നമുക്ക് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പോയിട്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് വരാം ഗീസ്. മറ്റെന്താ പറയുക, അപ്പം ഇതിൻ്റെ പേര് ബക്കറ്റ് ഉണ്ടാക്കാം. ഇതെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഗീസ് ബക്കറ്റ് എന്താ വേണ്ട, ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ ബാക്കി രണ്ടേ അവിടുത്തെ നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാമല്ലോ. നമുക്ക് ഷീൽഡ് നമുക്ക് വേണ്ട, ആർമർ ഉണ്ടാക്കുമ്പോൾ ഷീൽഡ് ഉണ്ടാക്കിയിട്ട് വേണ്ട, എന്നാലേ അതൊരു ഫിറ്റ് ആവുള്ളൂ. നമ്മൾ ഷീൽഡ് അത്ര ഇപ്പോൾ ഉപയോഗിച്ച് അങ്ങനെ കളയും. അപ്പോൾ ഗൈസ് നമുക്ക് പോയിട്ട് വാട്ടർ, അപ്പോൾ ഗൈസ് നമ്മളിവിടെ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒഴിച്ചിട്ട് പുല്ലും സമയത്ത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഗൈസ്. പുല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഗൈസ്. അപ്പോൾ ഓക്കെ, നമുക്കിവിടെ നമുക്ക് സ്റ്റാർട്ടർ ബേസിൻ്റെ പണി അതിന് മുമ്പ്. ഓക്കെ, സ്റ്റാർട്ടർ ബേസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കി, ഇവിടെ ഇട്ടു. സ്റ്റാർട്ടർ ബേസ് നമുക്ക് ഇവിടെ ഉണ്ടാകാം ഗൈസ്. ഫസ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിട്ട് കുറച്ച് കുഴിച്ചങ്ങ് പോകേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, താഴത്തോട്ട് കുഴിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, താഴത്തോട്ട് കുറച്ച് കുഴിച്ചിട്ടുണ്ട്. കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഡർട്ട് ഗൈസ്, ഒരു സ്റ്റെപ്പും കൂടി താഴോട്ട് പോകാം നമുക്ക്. ഇനി ഇവിടെ സെറ്റാക്കാം. ഇവിടെ പറ്റിയ ഇവിടെ ഒരിക്കുന്നുണ്ട്, നമുക്ക് ലേവലാണ് ഇവിടെ ഉള്ളത്. നമുക്ക് രണ്ടും കളിപ്പിച്ച് ഇവിടെ അങ്ങ് സെറ്റാണ്. ഒന്ന്, രണ്ട്, മൂന്ന്,
4 5 5 മതി, 5 മതി, 5 മതി. ഇവിടെ ഇട്ടിട്ട് 1 2 3 4 5 ഇവിടെ 1 2 3 4 5 1 2 3 4 5 ടെങ്. ഓക്കെ ഗൈസ്, ഇവിടുന്ന് 1 2 3 4 5 6 ഇനി അപ്പുറത്ത് കുഴിക്കണം. 1 2 3 4 5 6 കുട്ടികൾക്ക് കുഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സാധനം. നമുക്ക് വേണ്ടി ഇവിടെയുള്ള ഈ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാം. നമ്മുടെ ഡെർത്തൊക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ റിമൂവ് ചെയ്യാം. എനിക്കറിയാം വേറെ ഷവലുണ്ടാവില്ലേ, കാരണം ഇത് പൊട്ടിക്കാനുള്ള മുഴുവൻ ശക്തി ഈ ഷവലിനില്ല. എൻ്റെ വേറെ ഷവൽ ഉണ്ടാക്കേണ്ടി വരും മിക്കവാറും പോയിട്ട്. അപ്പോൾ വേറെ ഷവല് ഉണ്ടാക്കേണ്ടി വരും മിക്കവാറും. അപ്പോൾ നമുക്ക് വേറെ ഷവൽ ഉണ്ടാക്കാം. ഷവൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ആദ്യം പൊട്ടട്ടെ. എൻ്റെ ഒരു ഷവൽ ഉണ്ടാക്കാൻ ആദ്യം പൊട്ടട്ടെ. പൊട്ട് കേസ് താങ്ങി പൊട്ട് കൊടുത്തു. താഴെ കൂടി ഫ്ലോർ താഴെ വേണോ കേസ്? അല്ലെങ്കിൽ താഴെ വേണ്ട കേസ്, 2 ഫ്ലോർ തന്നെ മതി. അതിന് താഴെ കൂടി വൃത്തിയാക്കി വേണ്ട, താഴെ കൂടി ഒന്ന് വൃത്തിയാക്കി ഇട്ടേക്കാം. അപ്പം അതിന് നമുക്ക് വേണ്ടത് ഒരു പിക്കാക്സ് എക്സ്ട്രാ ഉണ്ടാക്കണം, ഒരു ഷവൽ എക്സ്ട്രാ ഉണ്ടാക്കണം. അത് നമുക്ക് ബാക്കിൽ ചെയ്യേണ്ട ഒരു പിക്കാക്സ് എക്സ്ട്രാ ഉണ്ടാക്കണം, ഒരു ഷവൽ എക്സ്ട്രാ ഉണ്ടാക്കണം. പോയിട്ടൊരു പിക്കാക്സ് ഷവൽ എക്സ്ട്രാ ഉണ്ടായിക്കൊണ്ട് വരാൻ കേസ്. ഇവിടെ നൈറ്റാണ് കേട്ടോ, അപ്പം തന്നെ പറഞ്ഞ മോസ്റ്റസ് നിയർ ബേസ് ഞാൻ നൈറ്റ് ഒന്ന് ഫുൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ കീപ്പർ ഉണ്ട് കേസ്. അവിടെ എടുത്തിട്ട് ഓക്കെ അങ്ങനെ വെച്ച് കിടന്നിറങ്ങി. ഓക്കെ വെച്ച് കിടന്നിറങ്ങി. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഫ്ലോറും കൂടി നമുക്ക് ഫുള്ള് നിരപ്പാക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ പിക്കാക്സ് കിട്ടുന്നതിനെ കുഴിക്കാൻ പറ്റും. പിക്കാക്സ് കിട്ടുന്നതിനെ നമുക്ക് ഇവിടെ ഫുള്ള് കുഴിക്കാൻ കേസ്. പിക്കാക്സ് എപ്പോഴാണ് പൊട്ടുന്നത് എനിക്കല്ല, പൊട്ടുന്നതിന് നമുക്ക് ഇവിടെ നിന്ന് കുഴിക്കാം. സ്റ്റോൺ മാത്രം മാക്സിമം അതിൻ്റെ ശ്രമിക്കാം. ഇനി നമുക്ക് ഷവല് പൊട്ടുന്നേരം കുഴിക്കാൻ കഴിയും. ഷവല് എപ്പോഴാണ് പൊട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, പൊട്ടുന്നേരം ഇവിടെ നമുക്ക് കുഴിക്കാം. അപ്പോൾ ഷവലും പൊട്ടിയിട്ടുണ്ട്. പോയി ഷവലും പിക്കാക്സും അയ്യോ പണിയായി. ഇത് ഇവിടെ കൈ കൊണ്ട് എടുത്ത് പൊട്ടിക്കേണ്ടി വരുമല്ലോ. ഞാൻ പിക്കാക്സ് ഫുള്ള് പൊട്ടിച്ച് ഓക്കെ. ഇതും കൂടി എടുത്തിട്ട് കൈനെ തിക്കാക്കി ഇതുണ്ടാക്കിയൊരു ഷവൽ ഉണ്ടാക്കി. ഈ കിട്ടിയ ആവശ്യമില്ലാത്ത ഐറ്റംസ് എല്ലാം നമുക്ക് എടുത്ത് വെട്ടിക്കകത്ത് വെക്കാം. ഇതിന് പോയിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കഴിയും.
പിന്നെ നമുക്ക് നമ്മുടെ സാധനം കുറച്ച് സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കാം. സ്റ്റാർട്ടർ ബേസ് നമുക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുന്നു. എനിക്ക് പിന്നെ വേറെ ഹാർഡ് കോർ വേൾഡ് കളിക്കുന്നുണ്ട് സിംഗിളായിട്ട്. നേരത്തെ നമ്മൾ കളിച്ചല്ലോ, അത് ഞാൻ 100 days ആണ് കളിക്കുന്നത്. അതിനായിട്ട് ഇരുന്ന ഉടനെ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ അത് സീസാക്കാതെ വേറെ കണ്ടില്ല. ഞാൻ ചിലപ്പോൾ 5 minute കിട്ടുമ്പോഴായിരിക്കും കളിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ വെച്ചിടാൻ പറ്റുമല്ലോ, കൊണ്ടാണ് ഗസ്. ഇവിടെ നമ്മൾ വെക്കാൻ പോകുന്നത് പ്ലാങ്കാണ് ഗസ്. പ്ലാങ്കാണ് നമ്മളിവിടെ വെക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലാങ്ക് വെക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റോണെല്ലാം കൊണ്ടിട്ട് ഒന്ന് സ്റ്റേസ് ആക്കണം. ിട്ടുണ്ട് സ്റ്റേഴ്സ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ വരും. ഓക്കെ, ഇവിടെ തന്നെ വേണമെങ്കിൽ മേലിൽ നിന്ന് പൊട്ടിക്കാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഈ സ്റ്റെയർ ഫുള്ളൊന്ന് പൊട്ടിച്ചിട്ട് ഇത്രയൊന്നും വേണ്ട. പിന്നെ ഇത്രയൊന്നും ഉണ്ടാക്കി വേദത്തിന് യൂസ് ആവുമ്പോൾ എടുക്കുന്നു. എന്താ പറയുക, പ്ലാന്റ്സ് എടുക്കാം. പ്ലാന്റ്സ് കൂടെ വെച്ചിട്ട് ഫുള്ള് ഇങ്ങനെ സെറ്റായിട്ട് ഒരു സാധനം കൂടി നമുക്ക് വെക്കാം. അവിടെ നമുക്കൊരു ഡോറ് ഗേസ്, അവിടെ നമുക്കൊരു ഡോർ വെക്കാം. ഒരു ഡോർ ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്കത് കൊണ്ടിട്ട് അങ്ങനെ വെക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ ബേസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത തവണ എന്താ, നമ്മുടെ സ്റ്റാർട്ടർ ബേസിൻ്റെ അടുത്ത തവണ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ഇതിവിടെ വെച്ചിട്ട് ഇത് നോക്കാം. സെറ്റപ്പ് അങ്ങനെ അതുതന്നെ സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിത് പോയിട്ട് നമുക്ക് എന്താ പറയുക, ഇതും എടുത്ത് ഈ ഫർണസ് നമുക്ക് എടുത്ത് നമ്മുടെ വീടിനകത്ത് കൊണ്ടുപോകാം. ഇത് ഫർണസ് എടുത്തുകൊണ്ടിട്ട് നമുക്ക് വീടിനകത്ത് കൊണ്ടുപോകാം ഗൈസ്. നമുക്ക് പെട്ടി മാത്രമേ പോയിട്ട് നമുക്ക് എന്താ പറയുക, വേണ്ട നമുക്ക് എന്തിനാ ഞാൻ ഈ പൊട്ടത്തരം കാണിക്കുന്നത്. കുറച്ച് വുഡും കൂടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം, എന്നാലും ശരിയാവുള്ളൂ. ഗൈസ് ഇവിടെ നിന്ന് കുറച്ച് വുഡും കൂടി എടുത്തുകൊണ്ട് പോയാലും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ കൊണ്ട് നല്ല ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ വാരിയബിൾ വരും. ഇത് നമ്മുടെ ഐറ്റംസ് ആണ്. ജസ്റ്റ് നമുക്ക് ആർമർ ടൂൾസ് ഒക്കെ ഇവിടെ മീലിൽ ഉണ്ടാക്കി വെക്കാം. ഗൈസ് ഇത് നമ്മുടെ വാരിയബിൾ, ഇത് നമ്മുടെ സാധാ ജസ്റ്റ്, ഇത് നമ്മുടെ സ്റ്റോർ, ഇത് നമ്മുടെ വെപ്പൺസ് ഒക്കെ ഇടാനുള്ള ജസ്റ്റ്. ഓക്കെ, നമ്മുടെ സാധാ വെട്ടിക്കകത്ത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കാം. സാധാരണ വെട്ടിക്കകത്ത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കാം. ഇനി നമ്മുടെ ഈ പെട്ടിക്കകത്ത് സാധനങ്ങളെല്ലാം നമുക്ക് പൊട്ടിക്കൊണ്ട് പോയിട്ട് ഈ പെട്ടി ഇങ്ങനെ കിട്ടി. ഈ പെട്ടിക്കകത്തായിരിക്കും നമ്മുടെ സാധനങ്ങൾ ചെയ്യും. അപ്പോൾ എല്ലാം എൻ്റെ കയ്യിൽ നിന്നാ ഏതാ മോനെ സെറ്റ്. ഈ സെറ്റിൻ്റെ പവർ കാണാൻ എല്ലാം എൻ്റെ കയ്യിൽ നിന്നു. പവറൊന്നും അല്ല, ഇൻവെർട്ടറിക്കകത്ത് അത്ര സ്പേസ് ഉണ്ടായിരുന്നു നിൽക്കാനുള്ള, അതുകൊണ്ടാണ് നിന്നത്. ഓക്കെ, എടുത്തിട്ടുണ്ട്. വാരിയബിൾസ് ഒക്കെ നമുക്ക് എടുത്തിട്ട് അതിനകത്ത് വെച്ചാൽ മതി. ഓളൊക്കെ എടുത്ത് അതിനകത്ത് വെച്ചാൽ മതി. ഈ സ്പ്രിൻ്റ് വാരിയബിൾസിനകത്ത് വരില്ലേ, ഈ സ്പ്രിൻ്റ് ഒരു എന്താ പറയുക, ഒരു കോളൊക്കെ പോലത്തെ ഒരു എലമെൻ്റ് ഇല്ല, അതുകൊണ്ട് പ്രിൻ്റ് നമുക്ക് അതിനകത്ത് വരില്ല. വാരിയബിൾസിനകത്ത് പ്രിൻ്റ് എടുത്ത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ ബേസിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞേ പിന്നെ അങ്ങ് തീർച്ചയാക്കാം. സ്റ്റാർട്ടർ ബേസിൻ്റെ കുറച്ച് പണിയുള്ളത്, അതിങ്ങനെ ഈ പാത്തൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് സെറ്റാക്കുന്നത്.
കഴിഞ്ഞാൽ നമുക്ക് ആ പോയിട്ട് 2 വില്ലേജ് ലൂട്ട് ചെയ്യണം. നമുക്ക് അടുത്ത എപ്പിസോഡ് പോയിട്ട് നമുക്ക് 2 വില്ലേജ് ലൂട്ട് ചെയ്ത് സാധനങ്ങൾ സെറ്റാണ്. അപ്പോൾ നമ്മൾ എന്തിവിടെ നമുക്ക് നിർത്താം ഗസ്. വേറെ ഒന്നും സ്പെഷ്യാലിറ്റി പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്തുകൊണ്ട് നമുക്ക് അങ്ങ് വൈൻഡപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇവിടെ വെച്ച് ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കാം. നമ്മുടെ നേരത്തെ ക്രിയേറ്റ് സെയിം സൈഡിൽ തന്നെയാണ് കേസ് കളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സെറ്റാക്കി എല്ലാം കറക്റ്റായിട്ട് തന്നെ വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കേസ് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഇവിടെ നമുക്ക് നിർത്താം. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നാളത്തെ ഇവിടെ വെക്കണം. എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ നിങ്ങൾ പോയിട്ട് നാളെ 22,000 കേസ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് നാളെ വൈകുന്നേരം 6 മണിക്കോ. ടാറ്റാ, ബൈ ബൈ.